ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ചിൽ കുളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കുളിച്ചീന് കണ്ടിട്ട് നമുക്ക് വരാം ഗായ്സ്. ഓക്കെ, ബൈ ബൈ. ഞാൻ ഇപ്പം അച്ചുവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി. അച്ചുവിനെ കൂട്ടാൻ വന്നിട്ടാണ്, നമുക്ക് ഓളെ കൂട്ടിയിട്ട് പോകാം. അങ്ങനെ ഞാനും അച്ചുവും കൂടിയിട്ട് സ്വാതിൻ്റെ വീട്ടിലേക്ക് പോക്കായി ഗൈസ്. എന്താണ് അച്ചത്? ഇതെന്താ ആക്രിക്കടയോ? അതാ അച്ചു നിന്റെ ഫ്രണ്ട്. കണ്ട അച്ചു മനസ്സിലാക്കി തന്നെ നീ കെട്ടാൻ ഡബിൾ ജൂലിമോളെ മനസ്സിലായില്ലേ? എന്ത് രസാണ് നോക്കിയാ. മാച്ച് ലിപ്സ്റ്റിക് എടുക്കാൻ പറ. എന്താ നീ വീട്ടിൽ കയറുന്ന അറിയുന്നേ? പറ്റെങ്കിൽ ഒരു കടി കൊടുത്തു. ആ എന്നെ ബൈ ബൈ. കൈരല്ലോ മിയ. ഏയ് അക്ഷര MP ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്വാധീനം ഇരുന്ന് കുറച്ച് കുട്ടിയൊക്കെ ഇട്ട് ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ടിട്ട് പോക്കായി ഗൈസ്. അപ്പോഴാണ് മിയനെ ഞാൻ കുറച്ച് സമയം കളിപ്പിക്കാന്ന് വെച്ചാൽ. കമോൺ മിയ. ഇവിടെ എന്താ രാജ്യം വിട്ട് അതന്നെ കുളിക്കാൻ തന്നെയല്ലേ പോന്നു. നീ പിന്നെ വല്ല ടൂർണമെന്റ് ആയിട്ട് പോകുന്നവരുണ്ട്. ആ, അച്ഛന്റെ ഷൂ, അച്ഛന്റെ പാന്റ്, ഏട്ടന്റെ ടീഷർട്ട്. സ്വന്തമായിട്ട് എന്താടാ? അതും വേറെ ആളതല്ലേ അച്ചു. നമ്മൾ ചാൽ ബീച്ചിലെത്തി അല്ലേ സ്വാ? ഹലോ ഗൈസ്, അട്ടി പാർസൽ വാങ്ങണം. സനീന്റെ വീട്ടിലെത്താൻ ഊഞ്ഞാലെല്ലാം ഉണ്ടല്ലോ. അവളാണിവൾ. നീ എന്താ മറ്റേ കാര്യസ്ഥലിൽ ജയം കളിക്കുന്ന തടാകം? വയസ്സായതാണ് അത് പറയാവൂലു. ആ പെണ്ണി ഹോട്ടലിലാണേ പണിയുന്നു. വളവട്ടണത്തെ ഹോട്ടലിലാണോ പണിയുന്നു? നേഴ്സായി പഠിച്ചിട്ട് ഹോട്ടലിലോ? ഇതാരാ സ്മോക്ക് ഇട്ടത്? സ്മോക്ക് എഫക്റ്റ് ഫിൽറ്ററിന്റെ ആവശ്യം. പണ്ടത്തെ നമ്മളെ മറ്റേ ഇയാളെ നടത്തോ ചന്ദ്രന്റെ അല്ല അച്ചുവിന്റെ ഇയാളെ പേരുണ്ട് ജോസ് നടക്കുന്നതാണ് അച്ചു. അച്ഛ എങ്ങോട്ടേക്കാ? എങ്ങോട്ടാ?
വല്ല കാര്യം പോലെ നടന്നിട്ട് എടുത്തേക്കാ. മറ്റേതായി അതെ പിടിച്ച് കടിക്കണം എന്നൊരു തിരിയും. അതിലെ നായിന്റെ വേറെ വീഡിയോ എടുത്തരണേ നീ ഇറങ്ങുന്നില്ലെങ്കിൽ കേട്ടാ. കിരണ പറയാ അതിനേക്കാളും നന്നായിട്ട് കിരണ വരക്കും. എന്താ ചെയ്യല്ലേ ഹോട്ടലിലെ പോലെ പണിയെടുക്കുന്ന പാവന്റെ എനിക്കിത് കിട്ടണം. ആ അത് ശരിയാട്ടെ. കർമ്മ സനി അതുപോലെ തന്നെ ഞാൻ എടുത്തരുന്നു. എന്തോന്ന് എടാ ഇട്ടിട്ട് വരാൻ വേണ്ടി മടിയില്ല. ഇല്ല പകുതിയേ ഉള്ളു നടന്നോ ധൈര്യത്തിലാണോ ഇട്ടിട്ട് വരാൻ മടിയില്ല ഒക്കെ. അങ്ങനെ ഇങ്ങോട്ടേക്ക് കട ഞാൻ അങ്ങനെ പറ്റില്ല. എനിക്കറിയില്ല അച്ഛൻ അങ്ങനെ ഇടല്ല. അത് ഞാനും പറഞ്ഞല്ലോ ഇന്നോട്. എന്നെ കൊണ്ട് ഞാൻ കടിച്ചിട്ടില്ലേ. ഓളിടുന്ന് നിനക്ക് കണ്ടോർന്നില്ല ഒരു ഫുട്ബോൾ കളിക്കാൻ ഞാനും നീ ഇവളുള്ളോണ്ട് ഫുട്ബോളിന് കൂടെ. നമുക്ക് ഫുട്ബോളിന്റെ അറിയില്ല. അന്നേരം അതൊരു കറുപ്പും അല്ലേ കറാട്ടേന്റെ കറുപ്പും ഇതുപോലത്തെ എന്തോ ഒരു ഇത് ഫുട്ബോൾ കളിക്കാൻ വരുന്ന ആ പെണ്ണുങ്ങൾ ഒരു വിട മുടി കുഞ്ഞു മുടിയായിട്ടുള്ള കുഞ്ഞു മുടിയായിട്ടുള്ള പെണ്ണുങ്ങൾ. ചരിത്രം എന്നിലൂടെ കഥാകൃത്ത് സനിക സുഗുണൻ. അക്ഷര മോഹൻ MP മോഹൻ. അക്ഷര കുഞ്ഞക്ഷര മോഹൻ MP മോഹൻ. MP മോഹൻ. നോക്കൂ ഗൈസ്, such a beautiful place. ഓയ് പിന്നെ നിങ്ങൾ വരുന്നുണ്ട് കാണാൻ ഞാൻ കളിച്ചു. അതിലൂടെ കട്ട് ചെയ്യും. സ്വാതി കേൾപ്പിക്കാൻ നിങ്ങൾ പറയണ്ട. ആൾക്കാർക്ക് നിന്നെ നമ്പിക്കൂടാ. ഗൈസ് ഇതാണ് വ്യൂ, സൺസെറ്റ്. അക്ഷരമോഹനൻ വീട് വിട്ട അങ്ങോട്ടേ ക്യാമറ വെച്ചിട്ടല്ലോ. അച്ഛൻ നല്ല വ്യൂ എടുത്തോട്ടെ. അതാ ഇവിടെ എടുക്കുന്നുണ്ട്. നടന്നിട്ട് പോയതല്ലേ കുടിക്കുന്നുണ്ട്. വാടി ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്കതും ഞങ്ങൾക്ക് ഫ്ലോപ്പായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കാരണമായിരിക്കണം ഇത് സക്സസ് ആയിട്ടുണ്ട്.
ഇനി എടുത്തിട്ടില്ല എന്ന് വേണ്ട. നമ്മളിപ്പോ ഉള്ളത് സൈനികന്റെ കടപ്പുറത്താണ്. അതെ തന്നെയാണ് വിളി. എനിക്ക് മാത്രമല്ല നല്ല പട്ടിക്കോലത്തിനാണ് കേസ് നമ്മൾ ജലധാര. നല്ലത്. പിന്നെ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ തണുപ്പുണ്ട്, അക്ഷരം മാറിപ്പോയില്ലല്ലോ. നല്ല സുഖമില്ലല്ലോ. പക്ഷെ ഒന്നും കൂടി കുളിക്കറച്ചു. കിരൺ എല്ലാരും കുളിയൊക്കെ കഴിയും ഗൈസ്. കുടുംബിന് മറ്റേ എന്നാ പറയാ തൊഴിലാളിയൊക്കെ പറയണ്ടല്ലോ. ഇത്രയും നേരം ബത്തക്ക മടപടാതെ കേറിട്ടോളെ ഇരുത്തല്ല കണ്ടാത്തോന്നും കിരണൊന്നും തിന്നിട്ടേ ഇല്ല. ഐഫോൺ എടുത്തന്റെ അഹങ്കാരം പെണ്ണിന്. ഐഫോൺ രണ്ടെണ്ണത് ഇവര് ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് സനി? ബത്തക്ക മാത്രമേ ഉള്ളൂ. ഒരു സാധനമില്ല. ഇതെന്താ കാലിപ്പട്ടിയോ? അടേ കാലിപ്പട്ടി അച്ചു. നമ്മൾ ടാറ്റാ. അച്ഛാ പോന്നെ. ഓ അങ്ങോട്ട്. ഓക്കെ ബൈ ബൈ. മറ്റേ ഇതെടുത്തിട്ടോ പഴത്തില്ല. ഇതെന്തിങ്ങനെ വെറുതെയല്ല ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബൈ. പോയിക്കൂടെ?
അടിക്കങ്ങോട്ട് 13 14 15 ആ ഇനിയിപ്പം ചോക്ലേറ്റ് എടുക്കണ്ടേ കിരണിനെ വീട്ടിൽ ഡെലിവറി ചെയ്തു. സോ അങ്ങനെ ബൈ. ഓക്കെ ബൈ. യെസ് ഫൈനലി അവളുടെ സ്ഥലം റീച്ചായി. നിന്റെ പേഴ്സ് ഫോൺ ഓക്കെ ഞാൻ പോട്ടെ